ഇനി നമുക്ക് പാലായിലേക്കൊന്ന് പോകാം. പാലായിൽ നമുക്കൊപ്പം റാംഷയുണ്ട്. കഴിഞ്ഞ ദിവസം പൂർണ്ണമായും മുങ്ങിയ പാല നഗരത്തിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടാരമറ്റത്ത് സ്വകാര്യ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് നോക്കൂ. ഇത് ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്ന വണ്ടിയാണോ? കണ്ണൂർ ഇന്നലെ ഒരു ബസ് ഇതേപോലെ വെള്ളക്കെട്ടിൽ കുടുങ്ങി 3 മണിക്കൂർ അവിടെ കുടുങ്ങിക്കിടന്ന് നിർമ്മല ട്രാവൽസ് എന്നോ മറ്റോ ആയിരുന്നു. അല്ലല്ല, ഇത് മറ്റൊരു ബസ്സാണ്, A1 ട്രാവൽസ്. എന്തായാലും വെള്ളക്കെട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. ദീർഘദൂര ബസ്സാണ്. അവിടെ പുറകിൽ മറ്റൊരു ലോറിയും അവിടെ കിടപ്പുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഒരുപക്ഷെ എഞ്ചിന് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. ആൾക്കാർ എന്തായാലും തള്ളി പുറകോട്ട് നീക്കുന്നുണ്ട്. ഇപ്പോൾ റാംഷാ സി പി ഉണ്ട്. റാംഷാ സി പി, മുട്ടോളമല്ല, അരക്കെട്ടോളം വെള്ളം ഇപ്പോഴും പാലായിലുണ്ട്. കയറിയ വെള്ളം ഇറങ്ങി പോകാത്തതാണോ? ഇന്നലെ രാത്രിയിൽ കൂടുതൽ വെള്ളം കയറിയോ? ഇപ്പോഴെന്താണ് പാലായിലെ അവസ്ഥ? ഡോക്ടർ അരുൺകുമാർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൊട്ടാരമറ്റം ഭാഗത്താണ്. ഈ ഭാഗത്ത് ഇപ്പോഴും വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. പാലയുടെ മറ്റു ഭാഗത്തൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് A1 ട്രാവൽസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബസ്സാണ്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് വന്ന ബസ്സാണ്. പക്ഷേ ഇവർ വഴിതെറ്റിപ്പോയതാണ് എന്നതാണ് പറയുന്നത്. ഡ്രൈവർ പുതിയ ആളായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ വന്ന ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് ഈ ബസ് ഇപ്പോൾ തള്ളി നീക്കിയിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ നിന്നും ഒരു പരിധിവരെ പുറത്തേക്ക് ഈ ബസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ബസ് തള്ളി മാറ്റുകയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി ഭീകരമായിരുന്നു. അത് ഒരു ബസ്സിൻ്റെ ടയർ പൂർണ്ണമായും മുങ്ങുന്ന നിലയിൽ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയിരുന്നു. ഈ ബസ്സിൽ യാത്രക്കാരുണ്ട് എന്നതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ, സ്ലീപ്പർ ബസ്സാണ്, ദീർഘദൂര ബസ്സാണ്. അതിൽ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഈ ബസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. കാരണം വെള്ളക്കെട്ടാണ്. അരപ്പൊക്കം വെള്ളത്തിലായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് കുറച്ച് പുറകിലേക്ക് മാറ്റിയത്. എങ്കിൽ പോലും ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ് ബസ് ഉള്ളത്. നമുക്ക് കാണാം ബസ്സിൻ്റെ ആ ബമ്പർ മുട്ടി വെള്ളം ഇപ്പോഴും ഉണ്ട്. സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഈ ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നത് കൂടിയാണ്. നമുക്ക് ഇവിടെ ഈ ബസ് തള്ളി മാറ്റാനൊക്കെ സഹായിച്ച നാട്ടുകാരോട് കൂടി കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഇത് എപ്പോഴാണ്? ഇന്ന് രാവിലെയാണോ ഈ ബസ് കുടുങ്ങിയത്? രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും. ബാംഗ്ലൂരിൽ നിന്നോ? പൂർണ്ണമായി വെള്ളം അകത്ത് കയറിയിട്ടുണ്ട്. മീൻസ് എഞ്ചിനിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എഞ്ചിൻ ഓഫ് ആയിട്ടുണ്ട്. വെള്ളം കയറി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. യാത്രക്കാരുണ്ടല്ലേ? യാത്രക്കാരുണ്ട്, നിറച്ച് യാത്രക്കാരുണ്ട്. അതാ ഈ പറഞ്ഞ പോലെ ഒന്ന് ബ്ലോക്ക് ചെയ്യുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. റോഡ് ബ്ലോക്ക് ചെയ്യാത്ത കാരണമാണ്. എന്താണ് പറഞ്ഞത്? ഇപ്പോൾ അവർക്ക് അപ്പോൾ പാലായിൽ രാവിലെ ഒരു ബസ് കുടുങ്ങിയിട്ടുണ്ട്. ദീർഘദൂര ബസ്സാണ്. പാവൻ ഡ്രൈവർ അല്പം വഴിതെറ്റി വന്നതാണ്. നല്ല റോഡ് കണ്ടപ്പോൾ പിടിച്ചു പോകുന്നതായിരിക്കും. പാലായിലെത്തിയപ്പോൾ എന്തായാലും റോഡിൽ കുടുങ്ങി. റോഡിൽ ഇപ്പോൾ അരക്കെട്ടോളം വെള്ളമുണ്ട്. തൊട്ട് പിന്നാലെ മറ്റൊരു കണ്ടെയ്നർ ലോറിയും കൂടി ഈ ബസ്സിന് പിന്നാലെ വന്നു. ബസ് പോകുന്ന കണ്ടിട്ട് പിന്നാലെ അടിച്ചു വിട്ട് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ബസ് കുടുങ്ങിയിട്ടുണ്ട്. പാവം യാത്രക്കാർ വണ്ടിക്കുള്ളിൽ കുടുങ്ങി കിടക്കുകയാണ്. പക്ഷേ അവിടെ പാലായിലുള്ള മനുഷ്യർ ആ വണ്ടി തള്ളി പുറത്തേക്ക് നീക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.